സേതുവിന്റെ പല്ലവിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അലീനയുടെ കഥകളൊക്കെ ഞാൻ സെക്കൻഡ് ചാനലായ ഡെയിലി സ്റ്റോറിക്കകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുതിയ വിശേഷമായ അലീനയുടെ കഥകളൊക്കെ അപ്ലോഡ് ചെയ്യാന്ന്. അപ്പം ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്താണ് ഞാനത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അത് മാത്രമല്ല, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഇത് പറയുന്നത് എന്താ വെച്ചാൽ ആദ്യമായിട്ട് കയറി കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് അപ്പൊ ആർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുതേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് പല്ലവിക്ക് വേണ്ടിയിട്ട് പ്രതാപൻ ഒരു പുതിയ കുരുക്ക് ഒരുക്കുകയാണ്. കാരണം ഇന്ദ്രൻ പറഞ്ഞിട്ടാണ് 6 മണി സമയത്ത് എങ്ങനെയെങ്കിലും പ്രതാപന്റെ അരികിൽ പല്ലവി ഉണ്ടായിരിക്കണം. കാരണം മറ്റൊന്നുമില്ല, ഋതു പറഞ്ഞിരിക്കുന്ന സമയം 6 മണിയാണ്. 6 മണിക്ക് പല്ലവി ഋതുവും കൂടെ ഇന്ദ്രനെ കാണാൻ വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? എന്തേലും കാര്യത്തിൽ അതൊന്ന് മുടക്കിയല്ലേ പറ്റുള്ളൂ. ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ അതോടുകൂടി അവതാളത്തിലാവുമല്ലോ. അതിന് വേണ്ടിയിട്ട് പ്രതാപനെ വെച്ചൊരു നാടകം കൂടെ കളിച്ചു. പ്രതാപൻ എന്ത് ചെയ്തു? പൊന്നുമടത്തിലെ ശത്രുവിനെ കുറിച്ച് പറയാന്നൊക്കെ പറഞ്ഞിട്ട് പൂർണ്ണിമയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പൂർണ്ണിമയ്ക്ക് ഒരു സംശയം. ഇനിയിപ്പോ ഇവൻ ചതിക്കുവാണോ? ഇനിയിപ്പോ പൊന്നുമടത്തിന് വലിയ ശത്രു ഉണ്ടെന്നാ പറഞ്ഞേ. അവൻ ഇനിയിപ്പോ പല്ലവിയോട് പറയുമെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ പല്ലവിയുടെ അടുത്തേക്ക് പൂർണ്ണിമ എന്നിട്ട് പല്ലവിയോട് പറഞ്ഞു, മോളെ പ്രതാപൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണ. അല്ല എന്താ പൂർണ്ണിമ എന്തിനാ വിളിച്ചെന്ന് ചോദിക്കാം. അവന് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന്. നമ്മൾ മുമ്പേ കുറെ ആഗ്രഹിച്ചിരുന്ന കാര്യമില്ലായിരുന്നോ പൊന്നുമടത്തിലെ ശത്രു ആരാന്ന് അറിയണം എന്നുള്ളേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരവസരം വീണ് കിട്ടിയിരിക്കുവാന്ന് പറയണ. ആണോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ആ ശത്രു ആരാന്ന് അറിയുവാണെങ്കിൽ മറഞ്ഞിരിക്കുന്ന ശത്രു പുറത്തു വരണമല്ലോ എന്ന് പറയണം. അവൻ പറഞ്ഞിരിക്കുന്ന ഇന്ന് 6 മണിയാകുമ്പത്തേനും ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതാപന്. ആ മൈതാനത്തേക്ക് ചെല്ലണമെന്നാ പറഞ്ഞ. അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാ ശരി, പൂർണ്ണിമ പോയിട്ട് വരാൻ പറയാം. എന്നോടല്ല മോളോടെ ചെല്ലാൻ പറഞ്ഞ. മോളോട് പറയാന്ന്. ഇത് കേട്ട് ഞാൻ പല്ലവി ആദ്യം ആലോചിച്ച് ചതിയാണോ? ഈ സമയം പൂർണ്ണിമ പറഞ്ഞു ചതിയാണെന്ന് ഞാൻ അവനോട് ചോദിച്ചു. കുഴപ്പമൊന്നും ഇല്ലെന്ന് അവൻ പറഞ്ഞെന്ന് പറയണ. അവൻ അങ്ങനെ ചതിക്കില്ല. വിളിച്ചു പറഞ്ഞിട്ട് അവന് ചതിക്കാൻ പറ്റില്ല. പിന്നെ എന്നോട് പറയാൻ അവൻ എന്തൊരു പേടി പോലെ. ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, അതെ പൂർണ്ണിമ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ പോയിക്കോളാം. ഞാൻ പോയി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാം. അല്ലേലും അമ്മ ഇത്ര ടെൻഷനൊന്നും താങ്ങണ്ടെന്ന് പറയാം. ഒരു ചെറിയ അറ്റാക്കും കാര്യങ്ങളൊക്കെ പൂർണ്ണിമയ്ക്ക് വന്നാണല്ലോ. അതുകൊണ്ടാണ് പല്ലവി അങ്ങനെ പറയണേ. പൂർണ്ണിമയ്ക്ക് സമ്മതക്കുറവൊന്നും ഇല്ലായിരുന്നു. എന്നാലും പൂർണ്ണിമ പറഞ്ഞു, സൂക്ഷിക്കണം, പ്രതാപനാണ്, ഏതും ചെയ്യാൻ മടിക്കാത്തവനാന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം പൂർണ്ണിമാമേ എന്നും പറഞ്ഞിട്ടാണ് പല്ലവി അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് പല്ലവി ആ കാര്യം ഓർത്ത്, അയ്യോ ഋതുവിനോട് പറഞ്ഞിരിക്കുന്ന 6 മണിയാണ്. 6 മണിക്കാണ് ജിത്ത് കാണാൻ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഋതുവിനോടൊപ്പം പോകേണ്ടതാണ്. പിന്നീട് പല്ലവി ഋതുവിന്റെ അടുത്തേക്ക് ചെല്ലുക. ഋതുവിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഋതു ഒരു പ്രശ്നമുണ്ട്. ഇന്ന് 6 മണിക്ക് എനിക്ക് ജിത്തിനെ കാണാനായിട്ട് വരാൻ നിന്റെ കൂടെ പറ്റില്ല എന്ന് പറയണം. അതെന്താ പല്ലവി അങ്ങനെ പറഞ്ഞേ? അതെ വേറൊരു അർജന്റ് കാര്യമുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പോകേണ്ടതുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഋതു പറഞ്ഞു, അല്ലാതെ മാറ്റിവെക്കാൻ പറ്റുന്നതാണ്. മാറ്റിവെക്കാൻ പറ്റുന്നതല്ല, അർജന്റ് ആയിട്ടുള്ളതെന്ന് പറയണം. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പിന്നെ ഋതു പറഞ്ഞു, എന്നാ സാരമില്ല, കുഴപ്പമില്ല, പല്ലവി പൊയ്ക്കോളാൻ പറയണം. പിന്നീട് പല്ലവി പ്രതാപനെ കാണാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് ഇന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ജിത്തെ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് പല്ലവിക്ക് വരാനായിട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 6 മണിക്ക് പല്ലവിക്ക് വേറെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് പോകണമെന്ന് പറയണം. ആണോ? എന്നാ കുഴപ്പമില്ല, നമുക്ക് പിന്നെ എപ്പോഴേലും സമയത്ത് കാണാം. അതായിരുന്നല്ലോ ഇന്ദ്രന്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണല്ലോ അവൻ ഈ പരിപാടികളൊക്കെ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞെടുത്തേ. ആ സമയം പല്ലവി എന്ത് ചെയ്യാണ്? പ്രതാപനെ കാണാനായിട്ട് പോയി. പക്ഷേങ്കില് പ്രതാപനെ കാണാൻ പോയിട്ട് അവനെങ്ങും വന്നില്ല. കുറെ സമയം നിന്നു, പ്രതാപനെ കണ്ടില്ല. 6 മണിയും കഴിഞ്ഞു, 6:30 അവസാനം പല്ലവി തിരികെ പോരുവാണ്. അങ്ങനെ തിരികെ വന്നു കഴിഞ്ഞ് പൂർണ്ണിമയുടെ കാര്യം പറഞ്ഞു. പൂർണ്ണിമ പ്രതാപനെ വിളിക്കുമ്പോൾ പ്രതാപൻ പറഞ്ഞു, അത് ചേച്ചി എനിക്ക് വരാൻ പറ്റിയില്ല, അർജന്റായിട്ട് കാര്യം ഉണ്ടായിരുന്നു, വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് തടി ഊരുവാണ്. പല്ലവിക്ക് പക്ഷെ പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല. കാരണം ഇന്ദ്രനാണ് ഈ ഋതുവിന്റെ കാമകൻ എന്നുള്ള കാര്യം പല്ലവിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ സംശയങ്ങളും കാര്യങ്ങളും ഒന്നും തോന്നിയില്ല. പിന്നീട് അന്ന് രാത്രിയില് ഇന്ദ്രൻ എന്ത് ചെയ്യുവാണ്? പൊന്നുമടത്തിലെ മതി ചാടിക്കിടന്ന് അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ ചാടിക്കിടന്ന് വരുന്ന സമയത്ത് ഋതുവും സ്വാതിയും കൂടെ ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നത്. അത് മാത്രമല്ല, ഋതുവിനെ പറ്റുമെങ്കിൽ അവിടുന്ന് കടത്തിക്കൊണ്ട് പോകണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? കൃത്യസമയത്ത് തന്നെ ഇന്ന് സേതു ഉണരുവാണ്. സേതു ഉണർന്നിട്ട് അങ്ങോട്ട് പുറത്തേക്ക് വരുന്ന സമയത്താണ് ഒരാളനൊക്കെ പുറത്ത് കണ്ടത്. പെട്ടെന്ന് സേതു ആരടാന്ന് ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ എന്ത് ചെയ്യുവാണ്? ഇന്ദ്രൻ മതിലയാടി പെട്ടെന്ന് രക്ഷപ്പെട്ടു. സേതുവിന് മനസ്സിലായി കള്ളന്മാരാരോ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നെന്ന്. കാരണം ഈ സമയമാണ് കള്ളന്മാരുടെ ശല്യം കയറി വരുന്ന സമയം കൂടെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പഠിക്കാതായിരിക്കും അവന്മാര് കയറി വരുന്നത്. പിന്നീട് അവിടെയൊക്കെ സേതു ലൈറ്റ് അടിച്ച് നോക്കിയെങ്കിലും അവിടെ ഒന്നും ആരും കാണാനായിട്ട് കഴിഞ്ഞില്ല. ആ സമയം ഇന്ദ്രന്റെ പണിയെല്ലാം പാളി. ഇന്ദ്രൻ അങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. പിന്നീട് പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പം
ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഋതു ഇന്ദ്രനെ വിളിക്കുന്നുണ്ട്. എനിക്ക് ക്ഷേത്രത്തിൽ നിന്ന് പോകണം, എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അതിനെന്താ നമുക്ക് പോയേക്കാന്നൊക്കെ പറയണം. അങ്ങനെ അവര് ഈ ക്ഷേത്രത്തിലേക്ക് പോകണം. അപ്പൊ പോകുന്ന വഴിക്ക് തന്നെ ഋതു ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം അധികം വൈകാതെ തന്നെ വീട്ടുകാർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാം എന്നൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ദ്രനാണെങ്കിലോ താൻ ഉദ്ദേശിച്ച കാര്യം നടത്തണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ടായിരുന്നല്ലോ ഇന്ദ്രനെ ഈ പെടാപ്പാടെല്ലാം പെട്ടത് തന്നെ. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോയി അവര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഋതുവിന്റെ മനസ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ ജിത്തു തന്റെ സ്വന്തം ആവണം എന്നൊരു ചിന്തയായിരുന്നു. പാവം ഋതുവിന് അറിയത്തില്ലോ ഇത്രയായിട്ട് ഋതുവിന് അത് മനസ്സിലായിട്ടില്ല. ആ സമയം സേതുവും പല്ലവിയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അങ്ങനെ അവര് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇന്ദ്രനും ഋതുവും കൂടെ അങ്ങോട്ട് വരുന്നത്. ഇന്ദ്രൻ നോക്കിക്കഴിഞ്ഞപ്പോൾ സേതുവും വലിയ ദൈവമേ പെട്ടല്ലോ, അതും ഋതുവിന്റെ കൂടെ താന്. പെട്ടെന്ന് ഇന്ദ്രൻ എന്ത് ചെയ്യണം, ഋതുവിന്റെ കയ്യെ പിടിച്ച് വലിച്ചിട്ട് ഇങ്ങോട്ട് വരാനും പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ഋതുവിനൊന്നും മനസ്സിലായില്ല. എന്താ എന്താ കാര്യം ചോദിക്കാണ്. സേതുവും പല്ലവിയും കണ്ടിട്ടുണ്ടായിരുന്നില്ല അവരെ. ഈ സമയത്ത് ഇന്ദ്രൻ മിണ്ടരുതെന്ന് പറയണം. കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, അതൊക്കെ ഉണ്ട്, അത് പിന്നീട് പറയാന്ന് പറയണം. അങ്ങനെ പുറത്തു പോയി നിൽക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സേതുവും പല്ലവി ക്ഷേത്രത്തിൽ തൊഴുതു മടങ്ങി കഴിഞ്ഞ ശേഷമാണ് ഋതുവും ഇന്ദ്രനും കൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഋതു ചോദിച്ചു എന്തോ കാര്യമായിട്ടുണ്ട്. അപ്പൊ ഋതുവിനെയൊക്കെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇന്ദ്രന്. ഋതുവിന് കാര്യം എന്താന്ന് മനസ്സിലായില്ല. ആ സമയം ഇന്ദ്രൻ പറഞ്ഞു അതൊരു പ്രശ്നമുണ്ട്, അതെന്താന്ന് ഞാൻ പിന്നീട് പറയാം, ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം. ഋതുവിന് പെട്ടെന്ന് അങ്ങ് സംശയവും കാര്യങ്ങളും അധികമൊന്നും തോന്നിയില്ല. കാരണം ജിത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലവനാണ്, എല്ലാവരുടെയും ഉള്ള പെരുമാറ്റവും എല്ലാം അത്ര നല്ല രീതിയിലാണ്. പോരാത്തിന് കുറെ ചാറ്റി പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ആളാണ്, കോടീശ്വരനാണ്. ഇത്രയുള്ള ആൾക്ക് ഇനിയിപ്പം വേറെ നാടകം കളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ ഒരു ചിന്തയായിരുന്നു ഋതുവിന്റെ മനസ്സിൽ. അതിലപ്പുറം ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് സേതുവും പല്ലവിയും കൂടെ ക്ഷേത്രത്തിൽ വീട്ടിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ വന്നിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അധികം വൈപ്പിച്ചുകൂടാ, എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കണം ഋതുവിന്റെ കാര്യത്തിലും. കാരണം ഋതുവിന്റെ കാമുകനെ, അപ്പൊ ഋതുവിന്റെ കാമുകനെ കുറിച്ചുള്ള പൂർണ്ണിമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായതെന്നൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ സേതുവിനെ പറഞ്ഞ് ചുമതലപ്പെടുത്തുവാണ്. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിവാഹം നടത്തുന്നതിനോടൊപ്പം തന്നെ അവരുടെ വിവാഹം കൂടെ നടത്താം എന്ന് പറയണ. സേതുവിന് അതിന് താല്പര്യക്കുറവൊന്നും ഇല്ലായിരുന്നു. സേതു പറഞ്ഞു പൂർണ്ണിമയുടെ ഇഷ്ടം എന്താ വെച്ചാൽ അതുപോലെ തന്നെ നടത്താന്ന് പറയാം. പിന്നെ എന്തേതാന്നൊക്കെ ശരിക്കും അന്വേഷിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. സേതുവിന് അത് മാത്രമേ ഒരു ഇതുള്ളൂ. കാരണം ഇന്ദ്രനെ പോലുള്ള ഒരുത്തനെ പറയാൻ പറ്റില്ല. പുറമെ ഇങ്ങനെ കാണിച്ചാലും ഉള്ളൊക്കെ എന്താണെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാം അന്വേഷിച്ചിട്ട് വേണം. തന്റെ പെങ്ങളുടെ ജീവിതമല്ലേ ഒരിക്കലും നശിച്ചു കാണാനായിട്ട് സേതു ആഗ്രഹിക്കുന്നില്ലോ. അങ്ങനെ ആ ഒരു കാര്യത്തിൽ അങ്ങ് തീരുമാനമായി. പിന്നെ ഓരോ ദിവസം പല്ലവിയോ ഋതുവിനോട് ഇങ്ങനെ കാണുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇന്ദ്രന് ഓരോന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുവാണ്. പക്ഷെ അവസാനം എന്ത് ചെയ്യുവാണ്, ഇന്ദ്രനും ഋതുവും കൂടെ പുറത്ത് കറങ്ങാൻ പോയിട്ട് വരുന്ന സമയത്ത് വഴിക്ക് വെച്ച് പല്ലവിയെ കാണുവാണ്. പെട്ടെന്ന് ഋതു ബൈക്ക് നിർത്താൻ വേണ്ടി പറഞ്ഞു. നിർത്തി കഴിഞ്ഞപ്പോൾ എന്താ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഋതുവിന്റെ അടുത്തേക്ക് പല്ലവി അങ്ങോട്ട് ചെല്ലുവാണ്. ആ സമയം ഇന്ദ്രന്റെ എന്ത് ചെയ്യാണ്, ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ദ്രന്റെ മുഖം കണ്ടിട്ടില്ലായിരുന്നു പല്ലവി. ഇന്ദ്രന് പെട്ടെന്ന് അങ്ങനെ മനസ്സിലായില്ല. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ ഹെൽമെറ്റ് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും ആ മുഖം കണ്ട് പല്ലവി ഞെട്ടിപ്പോയി. ഒരിക്കലും പ്രതീക്ഷയല്ല ഇത് ഇന്ദ്രനാന്നുള്ള. പെട്ടെന്ന് ഋതു പരിചയപ്പെടുത്തുവാണ്. ഇതാണ് ജിത്തെന്നും പറഞ്ഞുകൊണ്ട്. പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പല്ലവി സമനില ഇട്ടെന്ന പോലെ തോന്നി. പെട്ടെന്ന് ഋതുവിന്റെ കയ്യിൽ എങ്ങ് പിടിച്ച് വലിച്ചിട്ട് പല്ലവി എന്നിട്ട് ഇന്ദ്രനെ അടിക്കാനായിട്ട് അങ്ങ് തുടങ്ങുവാണ്. പെട്ടെന്ന് ഋതുവിനൊന്നും മനസ്സിലായി. എന്താ പല്ലവി എന്താ കാണിക്കണമെന്ന് ചോദിക്കണം. ആ കയ്യിലേക്ക് അങ്ങോട്ട് ചാടി കയറി പിടിച്ചു. ഇത് ആരാന്നറിയാവോ, ഇത് ജിത്താന്ന് പറയണം. അപ്പോഴേക്കും പല്ലവിടും ജിത്ത് ഇങ്ങോട്ട് വന്നേ ഋതു എന്ന് പറഞ്ഞുകൊണ്ട് ഋതുവിനെ വലിച്ചു വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം. കാരണം ഋതുവിനെ അറിയത്തില്ല അത് ഇന്ദ്രനാന്നുള്ള കാര്യം. പിന്നെ വലിച്ചുകൊണ്ട് വിട്ടു പറഞ്ഞു അത് ആരാ നിനക്ക് അറിയാവെന്ന് ചോദിക്കുകയാണ്. അത് ഇന്ദ്രനാന്ന് പറയണം, എന്റെ ആദ്യ ഭർത്താവ്. ഋതു ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഋതുവിന് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അത് ഇന്ദ്രനാന്നുള്ള കാര്യം. അങ്ങനെ ഋതുവിനെ കൊണ്ട് വീട്ടിലേക്ക് വരിക. പൊന്നുമ്പടത്തിൽ എല്ലാവരും അറിഞ്ഞു. ആകെപ്പാടെ പ്രശ്നമായി. ഋതുവാണെ കരച്ചിലും പിടിച്ചിലും. ഋതു പറഞ്ഞു അവൻ നല്ലവനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അംഗീകരിക്കാനായിട്ട് പല്ലവിക്കൊന്നും ഒട്ടും സാധിക്കുമായിരുന്നില്ല. കാരണം അവന്റെ ക്രൂരതകൾക്ക് ഇരയായ ഒരാളാണ് പല്ലവി. പല്ലവിക്ക് പെട്ടെന്ന് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ. പിന്നീട് സേതു ആണെങ്കിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സേതുവിനോട് പറയാൻ പോലും പല്ലവിക്ക് പേടിയായിരുന്നു. താൻ ആദ്യം ഒരു കള്ളത്തരം പറഞ്ഞ താൻ ഋതുവിനെ കാമുനെ കണ്ടെന്നുള്ള കാര്യം. പക്ഷെ അന്ന് ആ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഇപ്പൊ തനിക്ക് കുരിശായിരിക്കുക. ഇനിയിപ്പോ എങ്ങനെ സേതു എന്നോട് ഇന്ന് പറയണേ. ഋതു സ്നേഹിക്കുന്ന ഇന്ദ്രനാന്നുള്ള കാര്യം അവൻ മനഃപൂർവ്വം ചതിയിൽപ്പെടുത്തുക എന്നുള്ള കാര്യം പല്ലവിക്ക് മനസ്സിലായി. അവൻ ഇത്രയും വലിയൊരു ഡ്രാമ കളിച്ച് ഋതുവിനെ സ്വന്തമാക്കിയിരിക്കുന്ന പേര് പോലും മാറ്റി പറഞ്ഞ വലിയ ഡ്രാമ തന്നെയാ. പാവം ഋതു ആ ചതിക്കുഴിയിലേക്ക് പോയി വീണു. ഋതു കരച്ചിലും പിടിച്ചിലായി കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായി പോയി പൂർണ്ണിമയ്ക്ക്. പിന്നീട് പൂർണ്ണിമ എന്ത് ചെയ്യണം, ഇന്ദ്രനെ കാണാനായിട്ട് ഇന്ദ്രന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്.
ഇന്ദന്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ രാജലക്ഷ്മി അവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ പല്ലവിയും കൂടെ കൂട്ടിക്കൊണ്ടാ പോന്നെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ മോനോട് പറഞ്ഞേക്കണം മേലാല് എന്റെ മോളുടെ നേൾവെട്ടത്ത് പോലും വന്നേക്കരുതെന്നൊക്കെ പറയണം. അപ്പോഴേക്കും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങളുടെ മോളും ഞാൻ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ ഞങ്ങൾ വിവാഹം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. പക്ഷെ പല്ലവി സമ്മതിച്ചില്ല. പല്ലവി പറഞ്ഞു, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ പെടുത്തിലടാ, നിന്നെ കൊന്നു കളയെന്ന് പറയാണ് ഞാൻ. അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാന്നൊക്കെ പല്ലവിയും വെല്ലുവിളിച്ചു. പല്ലവി അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അങ്ങനെ അവരവിടുന്ന് പോന്നു കഴിയുമ്പോഴത്തേനും രാജലക്ഷ്മിക്ക് ഭ്രാന്തായിപ്പോയി. രാജലക്ഷ്മി ചെന്നിട്ട്, സത്യമാണ്ട നീ പറയണേ, നീ എന്താടാ ആ പെണ്ണിന്റെ പുറകെയാണെന്നൊക്കെ ചോദിക്കണം. വിഷമാണെങ്കിലും പാറുവാണെങ്കിലും മാക്സിമം ഇന്ദ്രനെ ഒന്ന് അകറ്റാനായിട്ട് നോക്കി. കാരണം അവർക്ക് മനസ്സിലായി ഇതല്ല ഇന്ദ്രന്റെ ഒരു ട്രാപ്പാന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് വന്ന് 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണ് സേതു ആ കാര്യങ്ങളൊക്കെ അറിയണേ. ഇന്ദ്രനെയാണ് ഋതു സ്നേഹിക്കുന്നുള്ള കാര്യം സേതുവിന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? സേതു ഇന്ദ്രനെ കാണാനായിട്ട് പോയി. ഈ സേതു അവസാനം ഇന്ദ്രനെ അവിടെ ഇട്ട് പഞ്ഞിക്കിടുന്നുണ്ട്. ഒരു ഇടിച്ചു കൂട്ടി ഒരു പരുവത്തിലാക്കി വെക്കുവാണ്. സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. സേതുവിന് ഏറ്റവും വലിയ തകർച്ചയായിരുന്നു. സേതു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. സേതു ആരോടും മിണ്ടാറില്ല, സംസാരിക്കാറില്ല. അതിനുശേഷം ആകപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി. മുറിയിൽ നിന്ന് പോലും പുറത്തിറങ്ങാറ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ മാറുവാണ്. കാരണം ഇന്ദ്രനെ പോലെ ഫ്രോഡിനെയാണ് തൻ്റെ പെങ്ങൾ സ്നേഹിച്ചത്. അതും കാര്യമൊക്കെ അറിയാതെയാണ്. പക്ഷെ അറിഞ്ഞിട്ട് പോലും അവളുടെ മനസ്സ് മാറ്റാണ്ട് സാധിച്ചിട്ടില്ല എന്നൊരു ചിന്ത വന്നു. അങ്ങനെ അവസാനം പല്ലവി എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഋതുവിന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ സേതുവിനോട് വന്ന് ഋതു മാപ്പൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തെറ്റിപ്പറ്റുപോയി, വലിയേട്ട എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കാലെ കെട്ടിപ്പിടിച്ച് വന്ന് ഋതു കരയുമൊക്കെ ചെയ്യണം. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മാറുവാണ്. ഋതുവിന്റെ പ്രശ്നങ്ങൾ കാരണം ഇന്ദ്രന്റെ കള്ളത്തരങ്ങളൊക്കെ അങ്ങനെ പൊളിച്ചടുക്കി അവസാനം ഋതുവിനെ രക്ഷിക്കുകയാണ് സേതുവും പല്ലവി എല്ലാവരും കൂടി ചേർന്നിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ്. ഇനി ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ സംഭവിക്കുന്നിടത്തില്ല. കാരണം ഇന്ദ്രനല്ലേ ആള്. അവനാണെങ്കിൽ ഏതും ചെയ്യാൻ മടിക്കാത്തവനാ, കൊല്ലാൻ പോലും മടിക്കാത്തവനാ. എന്താണെങ്കിലും ഭാഗ്യം കൊണ്ട് കൃത്യസമയത്ത് തന്നെ പല്ലവി കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഋതുവിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റി. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.